ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് ഭാരതബന്ധാണ്. ഭാരതബന്ധായിട്ട് നമ്മൾ കറങ്ങാൻ ഇറങ്ങിയതല്ല കേട്ടോ, ഹോസ്പിറ്റൽ വിസിറ്റ് ഉണ്ടായിരുന്നു, അങ്ങനെ ഇറങ്ങിയതാണ്. കാരണം 11 മണിയാകുമ്പോഴത്തേക്കും ഹോസ്പിറ്റലിൽ ചെല്ലാനായിരുന്നു ഡോക്ടറെ വിളിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ നമ്മൾ രാവിലെ പെട്ടെന്ന് തന്നെ റെഡിയായി പോയി തിരിച്ചു വരുന്ന വഴിക്കാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് പോകുന്ന സമയത്ത് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. ഹോസ്പിറ്റൽ കേസാണ് എന്നാൽ പോലും കാരണം ഇന്ന് ഭാരതബന്ധാണല്ലോ, വഴിയിൽ എങ്ങനെയാണ് തടയലുണ്ടോ പ്രശ്നങ്ങളോ ഉണ്ടോ ഒന്നും അറിയത്തില്ല. പക്ഷെ പോകുന്ന വഴിക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല കേട്ടോ. കടകളൊക്കെ അടഞ്ഞു കിടപ്പുണ്ട്, പിന്നെ ചെറിയ ചെറിയ വണ്ടികളൊക്കെ പോകുന്നുണ്ട് ഇടയ്ക്ക് മുട്ടിനെന്നൊക്കെ പറയുന്ന പോലെ. എപ്പോഴും തന്നെ വണ്ടിയൊക്കെ ഇഷ്ടംപോലെ പോകുന്നുണ്ട് കേട്ടോ, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് ഏകദേശം ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു 1 മണിയാകാറായിരുന്നു. അങ്ങനെ കാരണം അന്നേരത്തേക്കും വിശക്കാൻ തുടങ്ങിയായിരുന്നു. പിന്നെ കഴിക്കാൻ ഹോട്ടലോ കാര്യങ്ങളോ ഒന്നുമില്ല, വീട്ടിൽ ചെല്ലാതെ വേറെ നിവൃത്തിയും ഇല്ലല്ലോ. അപ്പം അങ്ങനെ പോരുന്ന വഴിക്ക് ഒരു കുഞ്ഞു കട കണ്ടപ്പോൾ അവിടെ നിർത്തി ഒരു കുപ്പിവെള്ളവും ചെറിയ സ്നാക്സൊക്കെ വാങ്ങിച്ചിങ്ങ് പോന്നു. അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ രാമപുരം പള്ളി. അപ്പോൾ രാമപുരം കൂടിയായിരുന്നു നമ്മളിങ്ങ് പോകുന്നത്. അപ്പോൾ വിചാരിച്ചു ജസ്റ്റ് പള്ളിയിലും കൂടെ ഒന്ന് കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ പള്ളിയിൽ കയറി. ഒത്തിരി ടൈമൊന്നും അവിടെ സ്പെൻഡ് ചെയ്തില്ല. കാരണം എന്നാന്ന് ചോദിച്ചാൽ നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കയറി പെട്ടെന്ന് തന്നെ പോന്നു. അങ്ങനെ തിരിച്ച് പോരുന്ന വഴിക്ക് നമ്മൾ വീടിൻ്റെ അവിടെ എത്താറായപ്പോഴത്തേക്കും ഒരു ഐസ്ക്രീം കട കണ്ടു കേട്ടോ. നല്ല ചൂടായിരുന്നു, നല്ല വെയിൽ, നട്ടുച്ചയാണല്ലോ, നല്ല വെയിലായിരുന്നു. അപ്പോൾ ഇച്ചാനോട് ഇങ്ങനെ ചോദിച്ചപ്പം ശരിക്കും പറഞ്ഞാൽ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് കണ്ണി കണ്ടതെല്ലാം വേണ്ടി വരും കേട്ടോ, ചില നേരത്ത് എനിക്ക് അങ്ങനെയാണ്. അപ്പോൾ എന്തായാലും ഇച്ചാനോട് ചോദിച്ചപ്പോൾ ഇത്തവണ വഴക്കൊന്നും പറഞ്ഞില്ല, ഒരു ഐസ്ക്രീം വാങ്ങിച്ച് തന്നു. ഇനി കഴിക്കൂല, ഇനി ഉടനെ വേണ്ടാന്നൊക്കെ പറഞ്ഞപ്പോൾ വാങ്ങിച്ച് തന്നു. വീട്ടിലെല്ലാവർക്കും ചോക്കോബാർ പാഴ്സലായിട്ടും വാങ്ങിച്ചു. അങ്ങനെ തിരിച്ച് നമ്മുടെ വീടിൻ്റെ അവിടെ എത്തിയപ്പം ഒരു കട തുറന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ചിക്കനൊക്കെ വാങ്ങി നേരെ വീട്ടിലോട്ട് പോന്നു.